അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങൾക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട് അല്ലേ, ഏതൊക്കെ വാർത്തയാക്കണം ഏതൊക്കെ വാർത്തയാക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വാർത്തയാക്കാൻ താല്പര്യം, പിന്നെ ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്കറിയാം. ഗണേഷ് കുമാർ ഒരു മാസം മുമ്പ് എന്തൊക്കെയായിരുന്നു വിളംബരം ചെയ്തത്, ഒരു മാസം മുമ്പ് എന്തൊക്കെ ഡയലോഗ് അടിച്ചോ, തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ താൻ ഒന്ന് രാജിവെക്ക്. താൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? തന്റെ സ്വന്തം ഭാര്യയാണ് തന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ ഉറപ്പുണ്ടോ? ഇതിലും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടിട്ട് വാ. പുള്ളിയുടെ പണ്ട് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും ഡബിൾ കാണു 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 കാണു. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ്. രാഹുൽ മാങ്കൂട്ടും നമ്മുടെ ഗണേഷ് കുമാർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. അമ്മോ, ഈ മനുഷ്യൻ സത്യവും നീതിമാനുമായിരുന്നു സാർ. പോസ്റ്റ് നിങ്ങൾ കണ്ടോ? രാഹുൽ മാങ്കൂട്ടും 2 മണിക്കൂർ മുമ്പ് ഇട്ട പോസ്റ്റാണ്. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ്. പൈനാപ്പിൾ ഇല്ലാത്തതുകൊണ്ട് വാട്ടർ ലെമൺ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ടൊക്കെ നമുക്ക് കടക്കാം. എന്തൊക്കെ കോമഡികളാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം നമുക്കൊന്ന് വെക്കാവേ. ഈ ഒരു പോസ്റ്റ് ഇപ്പോഴേ ഇങ്ങനെ ഇമോഷണൽ ആകില്ലേ ഗണേഷ് മന്ത്രി? നല്ല മധുരം. എന്റെ ഗണേശേട്ടാ ഒളിച്ചങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലേ? ഒന്നും കൂടെ. അങ്ങനെ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ വൈഫ് രംഗത്ത്. പുള്ളിക്കാരെ എങ്ങോട്ട് പോയിട്ട് വന്നപ്പോൾ പുള്ളിക്കാരനെ ഏതോ ഒരു യുവതിയായിട്ട് റൂമിൽ എന്തോ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ യുവതിക്ക് തന്നെ പുള്ളിയുടെ കൂടെ ഉള്ളവരുടെ നിന്ന് തന്നെ മോശമായിട്ടുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ മറ്റേതല്ല, അവരെങ്ങനെയൊക്കെ മാനസികമായിട്ട് തകർക്കാൻ പറ്റുന്നുണ്ടോ ആ രീതിയിലല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് ഏതോ ഒരു യുവതി മേലഴിച്ചപ്പോൾ രാത്രി വന്ന് രാഹുലിനെ അങ്ങ് പൊക്കിക്കൊണ്ടുപോയി. 112 വിളിച്ചിട്ട് ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ മന്ത്രിക്കെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പം നൈസായിട്ട് അവന്മാരങ്ങ് വിഴുങ്ങി. ഇതെന്താടേ കേരളത്തിൽ 2 നീതിയോ? എന്താ നമ്മുടെ കൊച്ചു കേരളം ഇങ്ങനെ ആയി പോകുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഒരു വാട്ടർലെമൺ കഴിച്ചാലോ? കഷ്ണം തന്നെ. അപ്പം ഗണേഷ് ഈ അടുത്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലോ. നമുക്കിപ്പോൾ ഓരോ കാര്യത്തിലോട്ട് നമുക്ക് പോവാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേര്. നിങ്ങളുടെ അഭിപ്രായം ഗണേഷ് കുമാറിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ലൈക്ക്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി. ഗണേഷ് കുമാറിനെ കുറിച്ച് നല്ല വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. ഇവനെക്കുറിച്ച് എന്ത് തോന്നുന്നു വെച്ചാൽ അതും കൂടെ ഒന്ന് പറ. ചില കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പരസ്പര സമൂഹത്തോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു. പക്ഷേ എന്താ പറയണ്ടേ, ഈ 2 കാര്യം മന്തുള്ളവന്മാർ 1 കാര്യം മന്തുള്ളവനെ കളിയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് പൊറുക്കില്ല ഞാൻ. തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പ്രണയത്തെക്കുറിച്ച്, തനിക്കുള്ള പ്രണയത്തെക്കുറിച്ച്, അതിന്റെ എണ്ണത്തെക്കുറിച്ചൊക്കെ വാചാലനാകുന്നത് തലക്കെട്ടുകൾക്കിടയിൽ നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമല്ല, അതീവ ഗുരുതരമാണ് എന്നാണ് ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും തന്റെ കയ്യിലുണ്ടെന്നും ഗണേഷിന്റെ ഭാര്യ ബിന്ദു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗണേഷിന്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നുവെന്നും ബിന്ദു പറഞ്ഞു. ഇതാദ്യമായാണ് ബിന്ദു മേനോൻ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പ്രതികരിക്കുന്നത്. KG കമലേഷിനോട് ബിന്ദു സംസാരിച്ചു. കേൾക്കാം. അതിനു മുമ്പ് 10 വർഷം മുമ്പ് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പാവം പിടിച്ച ഒരു മനുഷ്യനെ നീയൊക്കെ കൂടെ ദ്രോഹിച്ച് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ആരാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ? വേറെ ആരുമില്ല, ഉമ്മൻചാണ്ടി. ആ മനുഷ്യനെ എല്ലാരും കൂടെ ഒരു പെണ്ണ് സരിത എന്ന് പറയുന്ന ഒരു നാറി ഒരുത്തിയെ കൊണ്ട് ഓരോ തോന്നിവാസങ്ങൾ പറയിപ്പിച്ചുണ്ടാക്കി. അവള് പറഞ്ഞ ഒരു വാചകം എനിക്ക് അന്നും ഓർമ്മയുണ്ട്. എൻ്റെ ഉമ്മൻചാണ്ടി എന്നെ പിടിച്ച് കട്ടിലോട്ട് വലിച്ചങ്ങെറിഞ്ഞു. ആ പാട പുള്ളി 1/2 ഇഞ്ച് ആണെങ്കിൽ അത്രയേ ഉള്ളൂ.
ആ സമയത്ത് പുള്ളിക്കാരൻ, ഞാൻ കളിയാക്കുകയല്ല, അതും സരിത എടുത്ത് കട്ടിലെ വലിച്ചെറിഞ്ഞിട്ട് പുള്ളിക്കാരൻ ചാടി കിടന്നു. അന്ന് കൊട്ടി ആഘോഷിച്ച ടീമുകളാണ് ഇവനൊക്കെ. എന്താടാ പറഞ്ഞ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ? പുള്ളിക്കാരൻ ഇപ്പോൾ വന്നിട്ട് പറഞ്ഞിട്ടില്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഒരുത്തിനും ഇടപെടേണ്ട ആവശ്യമില്ല, ആണുങ്ങളാകുമ്പോൾ പ്രണയിക്കുന്നുള്ളത്. ഓക്കെ, സമ്മതിച്ച്, നല്ല കാര്യം. പക്ഷെ പറയുമ്പോൾ നീയൊക്കെ കൂടെ ഒരു 2-3 മാസം മുമ്പ് ഒരുത്തനായിട്ട് അമ്മാനെ വാടിയായിരുന്നല്ലോ. എന്താ പറഞ്ഞ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്? പറ ചേച്ചി പറ. വി ഗണേഷ് കുമാരൻ, മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ഭാര്യ ശ്രീ ബിന്ദു മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു, ഇന്നലെ മുതൽ ചില അഭ്യൂഹങ്ങൾ, പ്രചാരണങ്ങൾ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒരു KS നേതാവ് ഒരു പോസ്റ്റ് മുട്ടു. ഇപ്പോൾ മന്ത്രി പറയുന്നത് എനിക്ക് പ്രണയം മാത്രമാണുള്ളത്, എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആരും ഇടപെടണ്ട, 112ലേക്ക് വട്ടുള്ളവർക്ക് ആർക്കും വിളിക്കാമല്ലോ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വാളകത്തെ വീട്ടിൽ എന്താണ് നടന്നത്? താങ്കൾ ശ്രീലേഖയുടെ സഹായം തേടിയെന്ന് പറയുന്നു. ശ്രീലേഖ ആരാണെന്ന് മന്ത്രി ചോദിക്കുന്നു. BJPയുടെ നേതാവല്ലേ, മേയറാകത്തിന്റെ പ്രശ്നമല്ലേ, രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് പറയുന്നത്. താങ്കൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പൊ മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളിലായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലെ ഒരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ. അതെ, കാരണം ഇവന്റെയൊക്കെ എച്ചിലൊക്കെ തിന്ന് ജീവിക്കുന്നവന്മാരെന്ന് ഇവന്റെയൊക്കെ അടിമകളായിരിക്കും. സത്യത്തിന്റെ നീതിത്വം കൂടെ ആരും നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവനെ ഇല്ലാണ്ടാക്കാൻ ഇവന്മാർ ശ്രമിക്കത്തുള്ളൂ. ഈ കാലത്ത് സത്യത്തിനൊന്നൊരു വിലയില്ല. ഇതുപോലൊരു കള്ളം ഉണ്ടാക്കുന്ന കുറെ നാർക്കൾ, ഇവനെപ്പോലൊരുത്തൻ കാരണം ഇപ്പൊ ആ ഒരു പാർട്ടിക്കും കൂടെ നാണക്കേടായില്ലേ. കോൺഗ്രസിന്റെ കൂടെ നിന്ന് കോൺഗ്രസിന്റെ കുതികാലി വെട്ടിയത് എന്തിന്? സ്വന്തം തന്ത പോലും അവനെ ആക്ഷേപിച്ചു വിട്ടതാണ്. സ്വന്തം തന്ത. അന്നേരം ആ തന്തക്കെതിരെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് വന്നേക്കുന്നു. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ പാർട്ടിയും അവൻ ഇടിച്ചു താഴെയിടും. അങ്ങനൊരു നാറിയ. ഞാൻ അങ്ങനെ പറയും. ചേച്ചി ബാക്കി പറ. So I've been completely alone. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി, ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ഈ മെനഞ്ഞാം ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ, പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ ആരോട് സംസാരിക്കും, അവരുടെ സ്റ്റാഫിന്റെ ഫോണ് ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോണ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു അല്ല, അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. ഇവന് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതോ. ആദ്യ ഭാര്യ ഇവനെ കുറിച്ച് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല, നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സരിതയുടെ വിഷയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തിന് സരിതയുടെ കുട്ടി, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ബുദ്ധിയുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവൻ കാണിച്ചു കൂട്ടി ഓരോ തോന്നിയ വാസങ്ങൾ. ഇപ്പൊ എല്ലാവരും പറയാം ഇലക്ഷൻ വരുമല്ലേ, എന്റെ ആ കഥ വരും, എന്റെ ഈ കഥ വരും എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ 6 മാസം കൊണ്ട് നീയും നിന്റെ പാർട്ടിയും കൂടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറഞ്ഞതോ, ഈ പറയുന്ന മന്ത്രി പട്ടി വില കൊടുക്കാവുള്ളൂ ഇതുപോലുള്ളവന്മാർക്കൊക്കെ, പട്ടി വില. ഞാനൊരു കാര്യം പറയാം, പരസ്പര സമ്മതത്തോടെ എന്ത് വേണമെങ്കിലും അയക്കോ. ഇതിപ്പം തൻ്റെ ഭാര്യ വന്നിട്ടാ പറയുന്നത്. തൻ്റെ ഭാര്യ, ഞാൻ മെയിനായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ 112 വിളിച്ച സമയത്ത് അവിടെ പോലീസ് ചെന്നു, എന്നിട്ട് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇവരെല്ലാം ഈ സ്ത്രീക്കെതിരെ തിരിഞ്ഞു. അപ്പൊ മന്ത്രിയുടെ പവർ കൊണ്ടല്ലേ. പോട്ടെ, ശബരിമല വിഷയങ്ങൾ വരെ ഇവന്മാരെ മുക്കി. എന്താ
എന്തൊക്കെ എന്നിട്ട് ഇവനൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല കുഞ്ഞ് ചമയുമ്പോഴാണ് നമുക്ക് കാറി തുപ്പാൻ തോന്നുന്നത്. എടാ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? വന്ന് ഡയലോഗി മാത്രമേ ഉള്ളൂ. എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറെ പെണ്ണുങ്ങൾ വന്നെന്ന് പറഞ്ഞിട്ട് ഒരുത്തിന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇത് ഗണേഷ് കുമാറിന്റെ സ്വന്തം ഭാര്യ വന്ന് അവര് ഫേസ് കാണിച്ച് പച്ചക്കാണ് അവർ വിളിച്ചു പറയുന്നത് മീഡിയയുടെ മുന്നിലാണ്. ഓക്കെ, നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധമാണെങ്കിൽ ആ സ്ത്രീക്ക് വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് വിവരമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാ. കഷ്ടം. ഞാൻ പോലീസിനല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് ഭ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ആയി നമ്പർ ലേഖ ചേച്ചി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നും അല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി വന്നു, ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി. ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നൽകിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി ശാന്തം കൊണ്ടുപോയി. ഓക്കെ, ഏതൊരു കുട്ടിയാന്ന് മനസ്സിലായി. ചേച്ചിയുടെ വയന് വീണപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ആ മന്ത്രിക്ക് എന്തും ആവാലോ, മന്ത്രിക്ക് എന്തും ആവാലോ. നിനക്കൊക്കെ എന്ത് വേണമെങ്കിലും ആവാം. ബാക്കിയുള്ളവർ പരസ്പര സമ്മതത്തോടെ ഓരോന്നൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ കണ്ടോ ഈ പെണ്ണുങ്ങളൊക്കെ തന്നെ വരും ഗണേശനെതിരെ. എന്തായാലും മന്ത്രി അദ്ദേഹത്തിന്റെ സംസാരം ഒന്ന് കേട്ടിട്ട് വരാം. ഗണേഷ് കുമാർ ഉള്ളിൽ കൂടി വാതിലടിച്ചു. ആർക്കും വിളിച്ചുകൂടി, വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ? വട്ടുമൂത്താൽ ആർക്കും പറയാം. ബാക്കിലുള്ള ആൾക്കാർ ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ബാക്കിലുള്ള ആൾക്കാരുടെ ചിരിയൊക്കെ കണ്ടിട്ടില്ലേ? അണ്ണ മാസല്ലേ അടിച്ചത്? എടാ നട്ടലില്ലാത്ത നാറികളെ സൂക്ഷിച്ചോണം. വീട്ടിൽ സുന്ദരികളും ഉണ്ടെങ്കിൽ അതിനെ അവരെ ക്രാഞ്ച് നിലവാണ്. ഞാനൊന്നും പറയുന്നില്ല. നമ്മളൊന്നും പറഞ്ഞ നിന്റെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തു ആവാലോ, ഞങ്ങളുടെ അണ്ണനായിക്കൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കും. അതങ്ങ് തള്ളിക്കളയാണ്. അതിനകത്ത് ആരോണാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണ്. ഞാനൊരു നല്ല അതെ, ജനങ്ങളുടെ ഇടയിൽ ഞാൻ നല്ലവനും അല്ലാത്തപ്പോൾ ഞാൻ മോശവനോ പെണ്ണുകൂടിയോ ആയിക്കോട്ടെ, കുഴപ്പമില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് എൻ്റെ പൊന്ന് ഗണേഷ് ബ്രോ, നിങ്ങൾ ആ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി ഡിഷ്യൂ വെക്കുന്നതിനൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ജനപ്രതിനിധിയോ എന്ത് മണ്ണാങ്കട്ടോ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ ആ ഭാര്യ ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ എനിക്കിതാണ് ഇങ്ങോട്ട് ദേഷ്യം വരുന്നത്. കാരണം ഒരാളെ രാത്രി 12 മണിക്ക് ഒരു മെയിലിൻ്റെ പേരും പറഞ്ഞിട്ട് നീയൊക്കെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് അതിട്ടൊക്കെ കൊട്ടി ആഘോഷിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറഞ്ഞ വ്യക്തിയായ താങ്കളിനെ ഒന്ന് കാണിക്കുക. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ പോയി വെടിവെക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തൊക്കെ നിങ്ങൾ പരസ്പര ഇഷ്ടസമ്മതത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ. MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെ കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടം ഉണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവരെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇത് എങ്ങനെയല്ലേ രാഹുലിന്റെ അത്ര റേഞ്ച് പോലെ നിനക്ക് പറ്റത്തില്ല. നിങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വന്നായിരുന്നെങ്കിൽ അടിപൊളിയായനെ. പത്തനാപുരത്ത് വല്ലതും പോയി നിന്നുകൂടെ രാഹുലെ, ഇവന്റെ പത്തനം കാണാമായിരുന്നു. എനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും.
വൻഭൂരിപക്ഷം അണ്ണന്റെ കളി പൊളിയാണെങ്കിൽ പിന്നെ എന്താ, അണ്ണൻ ജയിക്കും. സെറ്റ്. വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വെക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല, നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത്രേ ഉള്ളൂ ബ്രോ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തും കൂടെ ചിന്തിക്കണം കേട്ടോ. ഭാര്യയ്ക്കുള്ളൊരു മനുഷ്യൻ ഇത്ര കോൺഫിഡൻസോടെ വന്ന് പറയുമ്പോഴേ ഇതൊക്കെ മാസ് ബീജൊക്കെ ഇട്ട് ഇനി ആരെങ്കിലുമൊക്കെ അടിച്ചിറക്കുവാണെങ്കിൽ, ഏതെങ്കിലും നാറികൾ എതിർ പാർട്ടികൾ നാണം കെട്ടാവന്മാരെ ഇറക്കുവാണെങ്കിൽ നിനക്കൊക്കെ തന്നെയാടാ നാണക്കേട്. ഇവൻ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറയുമ്പോൾ ബീജ് ഊന്നി വിട്ട് ഇറക്കല്ലേ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരോട്. നാണക്കേടാടേ. കാരണം തൊട്ടു മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരും കൂടെ എടുത്ത് വളഞ്ഞിട്ട് അടിച്ചൊടിച്ച് ഒരു മരുവാക്കാൻ നോക്കിയത്. ഇനിയിപ്പോ കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് ആരും കയറാൻ ചെല്ലത്തില്ല. ആശ്വാസം. അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ മമ്മൂട്ടി വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധി വിടുന്നില്ല, പിന്നെ അന്നോ പാവപ്പെട്ട എന്നെ. മഹാത്മാഗാന്ധി വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാലേ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്നത്, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്നത്, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുണ്യത്തിൽ കുഞ്ഞന്തുള്ള, MD വാസുദേവൻ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ പലരും ആസ്വദിക്കുന്നില്ലേ? എന്തിന്? അല്ല, രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലയോ അത്? പിന്നെ മറ്റേയാളെ കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ ആഘോഷം നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു. സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി. 112 വിളിച്ച് പരാതി പറഞ്ഞു. ആർക്കും വിളിച്ചു? 112 വിളിച്ച് പരാതി പറഞ്ഞ് ആർക്കും വിളിച്ചില്ലെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. എൻ്റെ അണ്ണൻ്റെ നിലപാടൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരുത്തരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണ്. നിനക്കുള്ള തിരിച്ചടി ഇവിടുത്തെ ജനങ്ങൾ തരും, ഉറപ്പായിട്ടും തന്നിരിക്കും. പഴയൊരു വീഡിയോ വെച്ച് തരാവേ, എന്ന് കണ്ടിട്ട് വാ. എന്നല്ലാതെ പറയാൻ ഉണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങളെ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്താൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു തവണ ധൈര്യമാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഉണ്ട്. അധപ്പതനം എന്നല്ലാതെ പറയാൻ ഉണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ എന്നല്ല ഞാൻ ചോദിച്ചോട്ടെ, ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് രാജിവെക്കാവോ? താങ്കളുടെ ഭാര്യ, സ്വന്തം ഭാര്യ വന്നിട്ടാ പറഞ്ഞ വല്ലവിടെയും കൂടെ കണ്ടെന്ന് പറഞ്ഞത്. തനിക്കുണ്ടെങ്കിൽ താൻ രാജിവെക്ക്. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുക, ഇവൻ ഉറപ്പുണ്ടോ? ഇല്ല. ഇനി രാഹുൽ പറയുന്നത് വെക്കാം. ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ലേ അധപ്പതനം? അതെന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ്? ഈ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതല്ലേ അധപ്പതനം ഫേസ്ബുക്കിൽ പോസ്റ്റ്. നിങ്ങൾക്കറിയില്ലേ? അത് സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണോ നിങ്ങൾക്കതറിയാത്തത്? എൻ്റെ ചോദ്യം, കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112 ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്ര ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളത് ചോദിക്കുന്നില്ല. എന്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഇതൊക്കെ പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണല്ലോ. രാഹുല് അറിയാത്തതാണോ? ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? അല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് വാർത്തകൾക്ക് നമുക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട് അല്ലേ? ഏതൊക്കെ വാർത്തയാക്കണം, ഏതൊക്കെ വാർത്തയാക്കണ്ടെന്നൊക്കെ നിങ്ങൾ കലക്കി, അന്തസ്, പൊളിച്ചു. ഞാൻ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ഒരു പെണ്ണ് 112 വിളിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് പോലും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കൂറ ഗവൺമെന്റ്. ഏതോ ഒരു നായിന്റെ മോള് വയന്ന് വീണുപോയി. ഏതോ ഒരു മോള് കാനഡയിൽ നിന്ന് ഒരു മെയിൽ അയച്ചെന്നും പറഞ്ഞ് രാത്രി പോയി ഈ രാഹുലിനെ പൊക്കിയതാണ്. കഷ്ടം. നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് വാർത്തയാക്കാൻ താല്പര്യം, പിന്നെ ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്നോട് നിങ്ങൾക്ക് അറിയാത്ത എന്തോ ഒരു കാര്യം ചോദിക്കുന്നത് പോലെ ചോദിക്കണ്ട. നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണത്.
ഇപ്പൊ ഈ ടി കെ ശശിയെ ഈ UDF-മായി സഹകരിക്കാൻ ഒരു സാധ്യതയും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോ ഈ നേരത്തെ ഈ സമാനമായ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒന്നും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമുള്ളതല്ലോ. ഞാൻ നിലവിൽ പാർട്ടിയിൽ അംഗത്വമില്ലാത്ത ഒരാളാണ്, പാർട്ടി നടപടി നേരിടുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. അത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അത് പാർട്ടിയിൽ നടപടി എടുത്ത ഒരാൾ എങ്ങനെയാണ് ആ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തേണ്ടത് ഞാനല്ല. അത് പാർട്ടി സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി എന്ന നിലയിൽ നിരവധി നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെല്ലാവരും കൂടെ കൂടിയാലോചിച്ചിട്ടാണല്ലോ എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അപ്പൊ അതുപോലെ അവർ തീരുമാനം എടുക്കുക. അപ്പം ഇപ്പൊ ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തും അത്തരം കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെ ചോദിച്ചു, ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും അത്തരം കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്ന പദവിയിലിരുന്ന ആളല്ല ഞാൻ. അപ്പൊ പാർട്ടി ഒരു നടപടി എടുത്ത് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോ അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ യാതൊരു വിധമായ സ്പേസും ഇല്ല, വോയിസും ഇല്ല. മുൻപും ഞാൻ ആ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഫോറത്തിന്റെ ഭാഗമായിരുന്ന ആളല്ല. ഞാൻ തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന ഫോറത്തിന്റെ ഭാഗമായിരുന്നു. രാഹുൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞാൽ മാത്രമേ ഇലക്ഷൻ നിൽക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് രാഹുൽ പറയുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പം ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ എന്താണെന്ന് ജനങ്ങൾ പറയുന്നതെന്ന് കേൾക്കണം. ഇതൊരു സാമ്പിൾ കുഞ്ഞൊരു വീഡിയോ ആണ്, ഞാൻ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോയിൽ, ചെറുതായിട്ടൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് നാളെ മുതൽ അങ്ങ് ഇരിക്കാം, ഇരുന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ കൊടുക്കണേ. ബൈ, ലവ് യു ഓൾ.